നമ്മൾ ഇനി പോകുന്നു തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്താണ്. അവിടെ മേഘന മുരളി UDF സ്ഥാനാർത്ഥിക്കൊപ്പം ചേരുന്നു. മേഘന, നമ്മൾ പേരൂർക്കടയിലെ കാഴ്ചകൾ കാണുകയാണ്. ശാസ്തമംഗലത്തെ പ്രചാരണം അവസാനിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രതീക്ഷ എന്താണ് മേഘന? വിജയകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഞങ്ങളും ഇങ്ങനെ പലതരത്തിലും പല മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം, വാഹന പ്രചരണവും ഒക്കെ ആയിട്ട് അതിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് ശാസ്തമംഗലം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെ കൂടെയാണ്. ശാസ്തമംഗലം ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ അത്രയേറെ വാർത്താ പ്രാധാന്യം. കാരണം BJPക്ക് വേണ്ടി R ശ്രീലേഖ IPS മത്സരിക്കുന്നു, അതുപോലെ തന്നെ R അമൃത LDFന് വേണ്ടി മത്സരിക്കുന്നത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സർല റാണി ആണ് ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. ഇപ്പോൾ വാഹന പ്രചരണ ജാഥ അത് അവസാന നിമിഷവും അവരുടെ പ്രവർത്തകരെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയാണ്. എങ്ങനെയാണ് ആവേശം? എങ്ങനെയാണ് ആവേശം? നല്ലവണ്ണം ആവേശമുണ്ട്. നമ്മൾ 3 റൗണ്ട് കംപ്ലീറ്റ് എല്ലാ വീടുകളും ഭവന പ്രദർശനം കഴിഞ്ഞു. അതുകൊണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുക. അതിൽ R ശ്രീലേഖ മത്സരിക്കുന്നു, അതുപോലെ തന്നെ R അമൃത മത്സരിക്കുന്നു. അതിലൊരു ശക്തമായ ഒരു പോരാട്ടം ഉണ്ടാവും. കുഴപ്പമില്ല, തെരഞ്ഞെടുപ്പല്ലേ, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. UDFന്റെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ നല്ലതാണ്. നമ്മുടെ മേയർ ശ്രീ ശബരിനാഥ്, മുൻ MLA യുവ നേതാവായ ശബരിനാഥ് നയിക്കും. മേയർ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കും. വിജയകുമാർ, ഈ ശാസ്തമംഗലത്തിന്റെ ഓരോ ഇടനാഴിയിലും കൂടിയാണ് ഇപ്പോൾ സർല റാണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നടന്ന് പ്രചരണം കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഒരു വാഹന പ്രചരണ ജാഥയുമായി മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം അല്പസമയം, അത് ഇപ്പോൾ 4:15, അതിനുശേഷം 4:45 തന്നെ ശാസ്തമംഗലം ജംഗ്ഷനിൽ UDFന്റെയും LDFന്റെയും BJPയുടെയും കൊട്ടിക്കലാശം ഉണ്ടാകും, ഒരു ശക്തിപ്രകടനം ഉണ്ടാകും. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഒരു വാഹന പ്രചരണ ജാഥയുമായി ശാസ്തമംഗലത്തിന്റെ പല ഇടനാഴികളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ R ശ്രീലേഖയുമായി ബന്ധപ്പെട്ടൊക്കെ. അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു? രാഷ്ട്രീയ കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ്. UDF ഭരണം വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. നമ്മൾ ഓരോ വീട്ടിലും പോകുമ്പോഴും അവിടെയൊക്കെ പറയുന്നത് പുതിയ LDFനെ മടുത്തു കഴിഞ്ഞു, UDF വരട്ടെ എന്ന് പറയുന്നു. UDF കൗൺസിലറായി വരുമോ? UDF കൗൺസിലറായി വരും, ഉറപ്പാ. വിജയകുമാർ, എന്തായാലും ഇപ്പോൾ ഈ വാഹന പ്രചരണ ജാഥ ഈ ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് എത്താൻ പോവുകയാണ്. എന്തായാലും UDF ഈ ഒരു ഡിവിഷൻ പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഈ UDF സ്ഥാനാർത്ഥി ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്നാൽ മേഘന മുരളി അവിടെ ശാസ്തമംഗലത്തെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.